ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി കാമാഖ്യ എക്സ്പ്രസിന്റെ 11 ബോഗികളാണ് പാളം തെറ്റിയത്. അപകടത്തിൽ 25 പേർക്ക് പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, 11ഓളം ബോഗികളാണ് ഇപ്പോൾ പാളം തെറ്റി കിടക്കുന്നത്. 25ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീനദി, ഒഡീഷയിൽ അതായത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിലെ ഖുർദ റോഡ് ഡിവിഷനിലെ കട്ടക് നിർഗുണ്ടി റെയിൽവേ സ്റ്റേഷന് അടുത്താണ് ഇത്തരത്തിൽ ട്രെയിൻ പാളം തെറ്റിയെന്നുള്ള വാർത്ത വരുന്നത്. MSVT ബംഗളൂരു കാമാഖ്യ SCSF എക്സ്പ്രസിന്റെ 11 കോച്ചുകളാണ് പാളം തെറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ട്രെയിൻ ബംഗളൂരുവിൽ നിന്ന് ഗുവാഹത്തിയിലേക്ക് പോവുകയായിരുന്നു. രാവിലെ 11:54 ശേഷമാണ് ഈ അപകടം ഉണ്ടായതായി അറിയുന്നത്. എന്നാൽ ആളപായം സംബന്ധിച്ച കൃത്യമായ ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രാഥമികമായി 25ഓളം പേർക്ക് പരിക്കേറ്റുള്ളതായും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ പാളം തെറ്റിയ വിവരം ലഭിച്ചതിനെ തുടർന്ന് തന്നെ റെയിൽവേ അധികൃതർ മറ്റ് അടിയന്തര പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നടത്തിയിരുന്നു. റെയിൽവേ ജീവനക്കാരെ എല്ലാം ആ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നതായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ആക്സിഡന്റ് റിലീഫ് ട്രെയിൻ, അത്തരത്തിൽ മറ്റ് മെഡിക്കൽ റിലീഫ് ട്രെയിനുകളൊക്കെ തന്നെയും സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ ഈ പാളം തെറ്റലിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. പാളം തെറ്റലിന് പുറമെ തന്നെ സർവീസും തടസ്സം നിരവധി ട്രെയിനുകളെയും ബാധിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് 12-822 ദൗലി എക്സ്പ്രസ് തുടങ്ങി നിരവധി ട്രെയിനുകളുടെ സർവീസുകളിൽ റൂട്ടുകളിൽ കൂടി മാറ്റം വരുത്തിയിട്ടുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ 25 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശ്രീനിധി. ശരി, ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി കാമാഖ്യ എക്സ്പ്രസിന്റെ 11 ബോഗികളാണ് പാളം തെറ്റിയത്. അപകടത്തിൽ 25 പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അധികൃതർ പരിശോധന നടത്തിയെങ്കിലും ഇത്തരത്തിൽ അപകടമുണ്ടാവാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.